ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ മടങ്ങാം മഹാനിയോഗത്തിലേക്ക് എന്ന തലക്കെട്ടിൽ ഉള്ള ആത്മീക പാഠങ്ങളാണല്ലോ നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നത്. ഈ പഠനത്തിൻ്റെ രണ്ടാം പാഠത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവേശിച്ചായിരുന്നു. എന്താണ് മഹാനിയോഗം എന്ന ചോദ്യത്തിന് നമ്മൾ ചില ഉത്തരങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഒന്നാമത്തെ ഉത്തരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചിരുന്നു. ദൈവപുത്രനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറിയ കൽപ്പനയാണ് മഹാനിയോഗം എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. ദൈവപുത്രനായ കർത്താവ് എന്നുള്ള പ്രയോഗം അതിൽ തന്നെ ഈ നിയോഗത്തിൻ്റെ മഹത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പല കാര്യങ്ങൾ ആ ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചായിരുന്നു. അതുകൊണ്ട് ദൈവപുത്രനായ കർത്താവ് തന്ന മഹാനിയോഗത്തെ ഒരു നിലയിലും വ്യത്യാസപ്പെടുത്താനായിട്ട് ആർക്കും അനുവാദമില്ല എന്നുള്ളത് അവിടെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മഹാനിയോഗത്തിൻ്റെ പ്രായോഗികതയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്ക് ക്രിസ്തീയ ഗോളത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അതിന് അനുവാദമില്ല. കാരണം ദൈവപുത്രനായ കർത്താവ് തന്നിട്ടുള്ളതായ കൽപ്പന ഏറ്റവും കൃത്യമായി സൂക്ഷ്മതയോടെ അനുസരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ആ ഭയത്തോടു കൂടി നമുക്ക് ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. എവിടെയെങ്കിലും നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ തുടരാനിടയായിട്ട് തീരാതെ തെറ്റുകളെ തിരുത്തി കൃത്യമായ അനുസരണത്തിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ സത്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ മഹാനിയോഗത്തിൻ്റെ വിശദാംശങ്ങളിൽ ഭയഭക്തിയോടുകൂടി അത് ഉൾക്കൊള്ളേണ്ടതിന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. രണ്ടാമത്തെ കാര്യവും ഞാൻ പറഞ്ഞ് തുടങ്ങിയായിരുന്നു. അനുസരണം ഉറപ്പാക്കിയവർ ഏറ്റുവാങ്ങിയ കൽപ്പനയാണ് മഹാനിയോഗം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തെ അധികരിച്ചാണ് ആ വലിയ സത്യം നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. അത് ഞാൻ എൻ്റെ തുടക്കഭാഗങ്ങൾ ഓർപ്പിച്ചതാണ്. കർത്താവ് ഈ 11 ശിഷ്യന്മാരോട് ഗലീലയിൽ യേശു അവരോട് ഒരു മലയിലേക്ക് പോകാനായിട്ട് കൽപ്പിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യത്തിൽ അത് വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട്. കർത്താവ് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് അവർ പോയി. അപ്പോൾ എന്തിനാ പോകുന്നത് എന്നവർ ചോദിച്ചു കാണുകയില്ല. കാരണം പോകാൻ പറഞ്ഞു, പോയി. അപ്പോൾ അതൊരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം വളരെ കൃത്യമായി കർത്താവ് ഇവരുടെ അനുസരണം ഉറപ്പാക്കിയാണ് അവരെ വലിയ ദൗത്യം ഫലമേൽപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഈ വലിയ ദൗത്യം കേവലം പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ ആളുകളെ ഫലമേൽപ്പിക്കുമ്പോൾ അവർക്ക് വേറെ ഒത്തിരി യോഗ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് ഉറപ്പിച്ചൊരു യോഗ്യത അവർക്ക് ഉണ്ടായിരുന്നു. അവരെന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്നതായൊരു കാര്യം, കർത്താവ് സംസാരിക്കുന്നത്, കർത്താവ് കൽപ്പിക്കുന്നത് അനുസരിക്കുന്നവരോടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മോട് കർത്താവ് എന്തെങ്കിലും പറയാനിടയാകണമെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ അനുസരണം അതിൻ്റെ ഗുണനിലവാരത്തിൽ സൂക്ഷിക്കാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ മഹാനിയോഗത്തിൻ്റെ 30 വർഷത്തെ നിയോഗ ചരിത്രമാണല്ലോ
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവ് നൽകിയ ഈ വലിയ ദൗത്യം അവർ ഉത്സാഹത്തോടു കൂടി നിവർത്തിക്കുമ്പോൾ അവരതിൽ സൂക്ഷിച്ചിരുന്ന സമർപ്പണം വളരെ ശ്രദ്ധേയമാണ്. അതിലൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ വലിയ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ അവർ നിൽക്കുകയാണ്. പക്ഷേ അവർ വളരെ വ്യക്തമായി ശത്രുക്കളോട് പറയുന്ന വാക്കുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. പത്രോസും യോഹന്നാനും ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. അപ്പോൾ അപ്പോസ്തലന്മാർ ഈ വിലപ്പെട്ട നിയോഗത്തോട് അനുസരണം കാണിക്കുമ്പോൾ അവരതിൽ സൂക്ഷിച്ചതായ കൃത്യത, ശത്രുവിൻ്റെ ആക്രമണം മുമ്പിലുണ്ട്, പ്രതികൂലം ഉണ്ടാകാമെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അവർ വളരെ ധൈര്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ വലിയ മാതൃകയെ പിൻപറ്റാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇതിന് പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ 1-2 കാര്യങ്ങൾ കൂടി ആ ബന്ധത്തിൽ ഓർപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. പ്രവൃത്തി 8:26 പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ കർത്താവ് ഈ മഹാനിയോഗത്തിനപ്പുറം ഒരു നിയോഗം ഒരു ദൈവദാസന് കൊടുക്കുന്നുണ്ട്. ആർക്കാണത്? ഫിലിപ്പോസിനാണ് കൊടുക്കുന്നത്. കാരണം മഹാനിയോഗം കർത്താവ് കൊടുക്കുമ്പോൾ എവിടം വരെ പോകാനുള്ളതുണ്ടായിരുന്നു? ഭൂലോകത്തിൽ എല്ലായിടത്തും പോകാനുള്ള നിയോഗമാണ് കൊടുത്തത്. മാർക്കോസ് സുവിശേഷത്തിൽ അത് വളരെ ക്ലിയറായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഭൂലോകത്തിൽ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കാനുള്ള കൽപ്പനയാണ് കൊടുക്കുന്നത്. പക്ഷേ പ്രവൃത്തി 8:26 അവിടെ ഫിലിപ്പോസിനോട് കർത്താവ് പിന്നെയും സംസാരിക്കുകയാണ്. അപ്പോൾ ആ വാക്യം നമ്മൾക്ക് അറിയാവുന്നൊരു വാക്യമാണ്. കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്നും ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സത്യമുണ്ട്. മഹാനിയോഗം പൊതുവെ നൽകുന്നതാണ്. പക്ഷേ ഓരോരുത്തരും എവിടെ പോകണം എന്നുള്ളതായ കാര്യം കർത്താവ് വേറിട്ട് ഇന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനെവിടെയാണ് പോകേണ്ടത് എന്നുള്ളതായ കാര്യം അതിൽ കർത്താവ് എന്ത് കൽപ്പിക്കുന്നു എന്നുള്ളതിന് ചെവി കൊടുക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഭൂലോകത്തിൽ എവിടെയും പോകാൻ നമുക്ക് കൽപ്പനയുണ്ട്. പക്ഷേ ഞാനെവിടെ പോകണം, ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നമ്മുടെ യജമാനൻ്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് സാധിക്കണം. ഇതിന് സമാനമായ പല ഉദാഹരണങ്ങൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് വിശദമായി ചിന്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പൗലോസുമൊക്കെ പ്രവർത്തനത്തിനു വേണ്ടി പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ കർത്താവ് അവിടെ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നീടൊരു മക്കദോന്യൻ വിളി കിട്ടുവാൻ ഇടയായിട്ട് തീർന്നു. ആ വഴിയിൽ പോകാനിടയായിട്ട് തീർന്നു. അതൊക്കെ നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നതായൊരു കാര്യമാണ്. അപ്പോൾ അവരുദ്ദേശിച്ച സ്ഥലത്ത് പോകണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ യജമാനൻ നമ്മളോട് പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകാനായിട്ട് നമ്മൾ ശ്രമിക്കാൻ പാടില്ല. പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പോകാൻ ആഗ്രഹിച്ച് പോയൊരു അദ്ദേഹം ഒരു കള്ളപ്രവാചകനാണ്. എങ്കിലും അങ്ങനെ നിർബന്ധിച്ച് പോയൊരു ചരിത്രം പഴയത്തിലുണ്ടല്ലോ. ബിലയാം അങ്ങനെ കാര്യം ക്ലിയറായിട്ട് ആദ്യം വെളിപ്പെടുത്തി കൊടുത്തായിരുന്നു. പക്ഷേ പിന്നെ പോയി ചോദിച്ചു. പിന്നെ കൂടെ ചോദിച്ചപ്പോൾ എന്നാൽ നീ പൊക്കോളാനായിട്ട് പറഞ്ഞു. ആ പോക്കൊരു നന്മയായിരുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളേണ്ടിയതായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ മഹാനിയോഗം നിർവഹിക്കുമ്പോഴും നമ്മൾ
നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, കാടടച്ച് വെടിവെക്കുന്ന പോലെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയോ അതിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ദൈവിക ആലോചന ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ ചിന്തിക്കുന്നില്ല. ഫിലിപ്പോസിനോട് പോകാൻ പറഞ്ഞു. തിരക്കേറിയ ഒരു ശുശ്രൂഷയുടെ ഉള്ളിൽ നിന്നാണ് ഫിലിപ്പോസിന് അങ്ങനെ ഒരു നിയോഗം കൊടുത്ത് കർത്താവ് അയക്കുന്നത്. എങ്ങോട്ടാണ് അയക്കുന്നത് എന്നുള്ള വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട്. ഗസയ്ക്ക് തെക്കുള്ള നിർജ്ജന പ്രദേശത്തേക്കാണ് പോകാൻ പറയുന്നത്. സുവിശേഷം അറിയിക്കാനുള്ള ഒരാളെ ആളില്ലാത്ത സ്ഥലത്തേക്ക് അയക്കുന്നു എന്നുള്ളത് ഒരു അസാധാരണ കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആളുണ്ടോ അതൊന്നും നമ്മൾ നോക്കാനായിട്ട് ആവശ്യമില്ല. കർത്താവ് പോകാൻ പറഞ്ഞാൽ പോകുക എന്നുള്ളതാണ് നമുക്കുള്ളതായ ഉത്തരവാദിത്വം. ഈ വാക്യം എന്നോട് ഒത്തിരി സംസാരിക്കാനിടയായി തീർന്നിട്ടുള്ളതായൊരു വാക്യമാണ്. ഞാൻ മണ്ണൂരിൽ നിന്ന് രാമംഗലത്തേക്ക് താമസം മാറാനും ഒക്കെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വചനത്തിൻ്റെ പ്രകാശനം ഈ വാക്യത്തിൽ നിന്നാണ്. പല വർഷങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് തരുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അവിടെ നാം ഉൾക്കൊള്ളേണ്ടുന്നതായ ഒരു കാര്യം, നമ്മുടെ കർത്താവ് നമ്മുടെ എന്ത് പറയുന്നുവോ അത് അതുപോലെ അനുസരിക്കാനായിട്ട് സാധിക്കണം. ഞാൻ വായിച്ചിട്ടുള്ളൊരു സംഭവം ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഓർമ്മയിൽ വരും. ഒരു ദൈവദാസനോട് ദൈവാത്മാവ് പറഞ്ഞു, ഒരു കാട്ടിൽ പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു. എന്തോരം ചോദ്യങ്ങൾ ചോദിക്കാം. ഈ കാട്ടിൽ പോയി എന്തിനാണ് പ്രസംഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം, ന്യായമായിട്ടും ചോദിക്കാം. അങ്ങനെ കർത്താവ് പറഞ്ഞ പല കാര്യത്തിനും ചോദിച്ചിട്ടുള്ള ആളുകൾ പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ക്ലാരിഫിക്കേഷനൊക്കെ ചോദിച്ച് പിന്നെ പോയ ചരിത്രങ്ങളുമൊക്കെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അവിടെ ആ സംഭവത്തിൽ പറയുന്നത് ആ ദൈവദാസൻ അത് അതുപോലെ അനുസരിച്ചു. അവിടെ പോയി ആരെയും കണ്ടില്ല, എങ്കിലും പ്രസംഗിക്കാൻ പറഞ്ഞതുകൊണ്ട് ആ കാട്ടിൽ നിന്ന് സുവിശേഷം പ്രസംഗിച്ച് അദ്ദേഹം തിരികെ പോരാനിടയായിട്ട് തീർന്നു. എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം എന്തൊരനുസരണം. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. പോയി പ്രസംഗിക്കാൻ പറഞ്ഞു, കാട്ടിൽ പോയി പ്രസംഗിച്ച് പോന്നു. പിന്നീട് അതിൽ വായിച്ചിട്ടുള്ളത്, അദ്ദേഹം പിന്നീടൊരു വലിയ സുവിശേഷ യോഗത്തിൽ സംസാരിക്കുമ്പോൾ, വചനം ശുശ്രൂഷിക്കുമ്പോൾ തനിക്ക് മുമ്പ് ഒരു ആളുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ആ സാക്ഷ്യം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം പ്രസംഗിക്കാനായിട്ട് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ സാക്ഷ്യത്തിലാണ് സാക്ഷ്യം പറഞ്ഞയാൾ ഒരു കൊള്ളക്കൂട്ടത്തിൽ ഉള്ള അങ്ങനെ ഒരു സംഘത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. ഒരു കാട്ടിൽ അവർ ഒളിച്ചിരിക്കുമ്പോൾ സുവിശേഷം കേട്ടു. അവർ 250 പേരുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം സാക്ഷ്യം പറയാനിടയായിട്ട് തീർന്നത്. അപ്പോൾ കർത്താവ് പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം കാണാത്തതായ 250 ആളുകൾ ആ കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവർ സുവിശേഷം കേട്ടു. ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം കർത്താവിനെ അനുസരിച്ച് മുമ്പോട്ട് പോകാനിടയായിട്ട് തീർന്നു. അപ്പോൾ നമ്മൾ ആളെ ഒന്നും മുമ്പിൽ കാണുന്നില്ലെങ്കിലും നമ്മെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുക എന്നുള്ളതിൽ അതിൻ്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ ദൈവദാസനോട് എന്തിനാണ് അന്ന് അങ്ങനെ പോയി പ്രസംഗിക്കാൻ പറഞ്ഞതിനുള്ള ഉത്തരം പല വർഷങ്ങൾ കഴിഞ്ഞ് താൻ ഈ സാക്ഷ്യം കേട്ടപ്പോഴാണ് തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഫിലിപ്പോസിൻ്റെ അനുസരണം എത്രയോ മനോഹരമായിട്ടുള്ള മാതൃകയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അറിയാം. ഫിലിപ്പോസ് ചെന്നു, ആരെ കണ്ടു? ഷണ്ണനെ കണ്ടു. ഷണ്ണൻ്റെ കൂടെ തേരിൽ കയറിയിരുന്നു, സുവിശേഷം പറഞ്ഞു. സുവിശേഷം ഷണ്ണൻ സ്വീകരിച്ചു. ഷണ്ണനെ സ്നാനപ്പെടുത്തി. ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എത്രയോ സ്നാനചരിത്രങ്ങളുണ്ട്, അതിൻ്റെ ചരിത്രരേഖകളുണ്ട്. പക്ഷേ വിശദമായ ചരിത്രരേഖ എവിടെയാണ്? 8-ാം അധ്യായത്തിലാണ്. ഷണ്ണൻ്റെ സ്നാനത്തിലാണ് വിശദമായ ചരിത്രരേഖകൾ നമ്മൾ കാണുന്നത്. കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ട ആളുകളെ
സ്നാനപ്പെടുത്താവൂ എന്ന് നമ്മൾ ഉറപ്പിച്ച് തെളിയിക്കുന്നത് ഏതധ്യായത്തിൽ നിന്നാണ്? 8-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പോസിനേക്കാൾ താരതമ്യേന എത്രയോ അധികം ഉപയോഗിക്കപ്പെട്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നാനത്തെക്കുറിച്ചൊക്കെയുള്ള ചരിത്രം ഒരു കൊച്ചു വാക്യത്തിൽ ഒതുക്കിയിരിക്കുകയാണ് ദൈവാത്മാവ്. പക്ഷേ ഷണ്ണൻ്റെ സ്നാനചരിത്രവും ഫിലിപ്പോസിൻ്റെ ആ ശുശ്രൂഷ വളരെ വിശദമായി തലമുറകൾക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടുവാനിടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുമാത്രമാണ്, സ്നാനപ്പെട്ട ഷണ്ണൻ നേരെ എത്യോപ്യയിൽ തൻ്റെ രാജ്യത്തേക്ക് പോകുന്നു. ആഫ്രിക്ക എന്ന ഇരുളടഞ്ഞ ഭൂഖണ്ഡത്തിൽ സുവിശേഷത്തിൻ്റെ വിത്ത് വീഴത്തക്കവണ്ണം ആ അനുസരണം മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അദ്ദേഹം ഈ ദൂതുമായിട്ട് അവിടെ പോകാനിടയായിട്ട് തീർന്നു. പിൽക്കാലത്ത് അനേകർ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് അവിടുന്ന് വരാനും ഇടയായിട്ട് തീർന്നു എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതായ വലിയൊരു സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ വലിയ നിയോഗ നിർവഹണത്തിൽ നാം പുലർത്തുന്ന അനുസരണമാണ് സ്വർഗം ഏറ്റവും വിലമതിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ആ വലിയ മാതൃക ഉൾക്കൊള്ളാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 9-ാം അധ്യായത്തിലൊരു അനുസരണത്തിൻ്റെ ചരിത്രമുണ്ട്. അതും കൂടെ ഞാൻ ഇവിടെ ഒന്ന് ചേർത്ത് പറയണം എന്ന് വിചാരിക്കുകയാണ്. 9-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. പ്രവൃത്തിയും അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, ഇത് ആരോടെ പറഞ്ഞെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. തർസോസുകാരനായ ശൗൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനാൽ പിടിക്കപ്പെട്ടു. അപ്പോൾ അവിടെ ശൗലിനോട് കർത്താവ് പറഞ്ഞ വാചകമാണ് നമ്മൾ വായിക്കാൻ ഇടയായത്. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അത് ഓരോ വാക്കുകളും നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം. ശൗല് വല്ലാത്ത അസ്വസ്ഥതയിലാണ്, കണ്ണും കാണാൻ പാടില്ല. അപ്പോൾ പറയുന്നത്, നീ എഴുന്നേറ്റ് ചെല്ലുക. പോകാനുള്ള വീടും അഡ്രസ്സും ഒക്കെ കൊടുത്തു. എന്നിട്ട് ഇവിടെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. അപ്പോൾ ചെയ്യേണ്ടുന്നത് എന്താണെന്ന് അറിയണേ നീ എന്ത് ചെയ്യണം? നീ അങ്ങോട്ട് പോകണം. അതറിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അവിടെയൊക്കെ ദൈവാത്മാവ് വളരെ മനോഹരമായ ചില സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ശൗൽ എഴുന്നേറ്റ് എവിടെ പോകാൻ പറഞ്ഞോ അങ്ങോട്ട് പോകണം. അവിടെ ചെന്നേ ബാക്കി കാര്യങ്ങൾ പറയാൻ കർത്താവ് ഒരുക്കമുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ മനുഷ്യനിൽ കാണുന്ന അനുസരണം നമ്മെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതായ അനുസരണമാണ്. നമ്മൾ കഴിഞ്ഞ ആളിലൊക്കെ വചനം പഠിച്ചപ്പോൾ പൗലോസിൻ്റെ അനുസരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. പൗലോസ് പറയുന്നൊരു സാക്ഷിയുണ്ടല്ലോ, അത് നമ്മൾ പലപ്പോഴും ഓർക്കുന്നതാണല്ലോ. 26-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ്. അത് വായിക്കണമെന്ന് നിർബന്ധമില്ല. അഗ്രിപ്പാവെ, ഞാൻ ഇന്നയോളം സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ആ ദൈവദാസൻ്റെ പ്രാഗൽഭ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ആ വാക്യം പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ അനുസരണം എവിടെ തുടങ്ങിയതാണ്? ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോകാനായിട്ട് പറഞ്ഞപ്പോൾ ആ വാക്കുകൾ അതുപോലെ അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതായ സത്യം നമുക്ക് കാണാനായിട്ട് കഴിയുക. ഞാൻ വേറെ ആരെയും കുറ്റപ്പെടുത്താൻ പറയുകയല്ല. ചിലരൊക്കെ ഇതുപോലെ അനുസരിച്ചിട്ടില്ല. ചിലരൊക്കെ എന്ത് നിർബന്ധിച്ചാണ് ചില കാര്യങ്ങൾ ദൈവം ചെയ്യിക്കാനിടയായിട്ട്
തീർന്നിട്ടുള്ളത്. അത് അവരുടെ ഒരു കുറ്റമായിട്ട് കാണണ്ട കേട്ടോ. എന്നാൽ ഇതൊരു താരതമ്യത്തിന് നല്ലതാണ്. ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ആരെയാ പറഞ്ഞയച്ചതെന്ന് നമുക്കറിയാമല്ലോ. അനന്യാസിനെയാണ് പറഞ്ഞയച്ചത്. അപ്പോൾ അനന്യാസിനോട് അങ്ങോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അനന്യാസ് ആദ്യം കർത്താവിനോട് ചില തടസ്സങ്ങൾ പറയുകയാണ്. കാരണം ഈ കർത്താവ് ഇതിന് അറിയാതെയാണോ ഇങ്ങേരുടെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു, ഇങ്ങേര് ആരാണെന്ന് അറിയാതെയാണോ പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാകാം ഇയാൾ വളരെ അപകടകാരിയായ ഒരാളാണ് എന്നുള്ളതായ കാര്യം ആരോടാണ് പറയണത്? കർത്താവിനോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞു പോകും. കാരണം കർത്താവിന് ഇതെല്ലാം അറിയാൻ ഒരു പ്രയാസമുണ്ട്, ഒരു പ്രയാസമില്ല. പക്ഷേ നമ്മളുടെ അറിവില്ലായ്മയിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറഞ്ഞു പോകും. അനന്യാസിനോട് കർത്താവിന് പ്രത്യേകിച്ചൊരു പിണക്കമുണ്ടായി എന്ന് തോന്നുന്നില്ല. അത് ആ സാഹചര്യത്തെ കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. അനന്യാസിൻ്റെ പ്രകൃതി കർത്താവ് അറിഞ്ഞ് അവനെ പിന്നെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ശൗലിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു പാഠം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ഒരു ചോദ്യവും ചോദിക്കാതെ അതുപോലെ അനുസരിക്കുന്നതാണ് ഏറെ ഉത്തമം, ഏറെ ഉത്തമം. ഞാനൊരു വാക്യം കൂടി ഒന്ന് പരാമർശിക്കുകയാണ്. പരിചയമുള്ള വാക്യമായതുകൊണ്ട് നമ്മൾ എടുത്ത് വായിക്കുന്നില്ല. പ്രവൃത്തികളുടെ ദിവസം 10-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ ഒരു അനുസരണം ഉണ്ട്. അതെ, പത്രോസിന് ദർശനം കൊടുക്കുന്നു. അശുദ്ധ ജീവികളൊക്കെ ഉൾക്കൊള്ളുന്ന തുപ്പട്ടി ഇറങ്ങി വരുന്നു. പത്രോസിനോട് പറയുന്നുണ്ട്, നീ അറുത്ത് ഇതിനെ തിന്നണം. പത്രോസ് പറഞ്ഞ ഉത്തരം നിങ്ങൾ ഓർക്കണ്ട. ഒരിക്കലും പാടില്ല കർത്താവ്. ആ വാക്ക് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകാനുള്ളതായ സാധ്യത ഉണ്ട്. കർത്താവെന്ന് വിളിച്ചാൽ പിന്നെ ആദ്യത്തെ 2 വാക്കുകൾ പറയാമോ? കർത്താവെന്ന് വിളിച്ചാൽ പിന്നെ ആദ്യത്തെ 2 വാക്കുകൾ പറയാമോ? പറയാൻ പാടില്ല. കാരണം ഒരാളെ കർത്താവെന്ന് വിളിച്ചിട്ട് ഒരിക്കലും പാടില്ല എന്ന് പറയാൻ പാടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. കാരണം ചില കാര്യങ്ങളുമൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതായ നിർബന്ധത്തിൽ വരുമ്പോഴും അത് പറ്റില്ല എന്നുള്ളതായ മനോഭാവത്തിലേക്ക് നമ്മൾ വഴുതിപ്പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ വാക്യങ്ങളിലൊക്കെ പശ്ചാത്തലത്തിലാണ് പൗലോസിൻ്റെ അനുസരണത്തിൻ്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പത്രോസിനെ കർത്താവ് പിന്നെ ആ കാര്യം ബോധ്യപ്പെടുത്തി. പത്രോസ് കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആളുകളുടെ കൂടെ പോകാനും ജാതികൾക്ക് സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുവാനും ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും വിസ്മരിച്ചല്ല ഞാനിത് പറയുന്നത്. എങ്കിലും ഒരു തടസ്സം പത്രോസ് അവിടെ പറയുകയാണ്. പക്ഷേ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഈ തടസ്സം ഒന്നും കൂടാതെ കർത്താവ് എന്ത് പറഞ്ഞോ അതുപോലെ കൃത്യമായിട്ട് അനുസരിക്കുവാൻ പൗലോസിന് സാധിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, പൗലോസിന് ഉണ്ടായിരുന്ന ഈ തികഞ്ഞ അനുസരണമായിരിക്കാം പൗലോസിന് പിൽക്കാലത്ത് ദൈവം ധാരാളം വെളിപ്പാടുകൾ കൊടുത്തു. ഒരു റെഫറൻസ് എഴുതിയിട്ടാൽ മതി, വാക്യം നമുക്കറിയാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കാനായിട്ട് ജഡത്തിനൊരു ശൂലം പൗലോസിന് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു വലിയ ആത്മീയ പാഠമുണ്ട്. നമ്മൾ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് പൗലോസിന് ജഡത്തിലൊരു ശൂലം കൊടുത്തത്, ഒരു രോഗം കൊടുത്തത്? എന്തായിരുന്നു രോഗം എന്നുള്ളതിന് പല അഭിപ്രായങ്ങളുണ്ട്. കാരണം എന്തായിരുന്നു രോഗം എന്നുള്ളത് വളരെ കൃത്യമായി വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ അഭിപ്രായം പറയാവുന്നതേ ഉള്ളൂ. കണ്ണിൻ്റെ രോഗമായിരുന്നു എന്നൊക്കെ അതിൻ്റെ ചില സൂചനകൾ ഉണ്ട്. പൗലോസിൻ്റെ ലേഖനങ്ങൾ പലതും താൻ തന്നെ എഴുതിയതല്ല, പിന്നെ വേറെ ആളുകളെ കൊണ്ട് എഴുതിപ്പിക്കുകയായിരുന്നു. എഴുതാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല,
പക്ഷേ എഴുതാനുള്ള കാഴ്ച ശക്തി കുറവായിരുന്നു എന്നൊക്കെ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. ആ വഴിക്ക് നമ്മൾ ഒത്തിരി പോകേണ്ടതായ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, പക്ഷേ ദൈവം ആ മനുഷ്യനെ എന്തോ ഒരു സത്യങ്ങളാണ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഒടുവിൽ തനിക്കുള്ള രോഗം മാറാത്തതിൻ്റെ കാരണം കണ്ടുപിടിച്ചു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനു വേണ്ടി ഒരു ശൂലം കർത്താവ് തൻ്റെ സർവജ്ഞാനത്തിൽ കൊടുത്തു. അപ്പോൾ ഈ പ്രാർത്ഥന കേട്ടിത് മാറ്റിയാൽ ഒരു കുഴപ്പം ഉണ്ടാകുമെന്ന് കർത്താവിന് ഭയം. എന്താ കുഴപ്പം? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോയാൽ അതേറ്റവും അപകടകരമായിരിക്കും. രോഗിയായ പൗലോസിനെ കർത്താവിന് ഉപയോഗിക്കാൻ ഒരു വിഷമമില്ല. കാരണം രോഗം മാറ്റാനായിട്ട് കർത്താവിനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നിഗളിച്ചു പോയാൽ ആ ആളെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റുകയില്ല. നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഒരു ആത്മീക പാഠം ഞാൻ അവിടെ ഓർപ്പിക്കുകയാണ്. ചില രോഗങ്ങളുമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ മാറി എന്ന് വരികയില്ല. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഈ പദ്ധതിയുടെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. ഞാനിത് ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതായൊരു വാക്യമാണിത്. എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ളതായൊരു വാക്യവുമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ബാല്യം മുതൽ ആസ്മരോഗത്തിൻ്റെ പ്രയാസം ഉള്ളയാളാണ്. ഇപ്പോഴും അതങ്ങനെ മാറിയിട്ടൊന്നുമില്ല. ഇന്ന് രാവിലെ ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അതങ്ങനെ മാറിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ വചനത്തിലൂടെയാണ് ഗൗരവതരമായ ചികിത്സ വേണ്ട എന്ന് തീരുമാനിക്കുവാനിടയായിട്ട് തീർന്നത്. കാരണം ഇതോട് കൂടിയുള്ളതായ കൃപ കർത്താവ് തരുന്നുണ്ട്. അത് ധാരാളം മതി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ദൈവം പരമാധികാരിയാണ്, സർവജ്ഞാനിയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവിന് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ പൗലോസിനെ ആ നിലയിൽ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് കർത്താവ് ഉപയോഗിക്കുവാൻ ഇടയായിട്ട് തീരുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ആ ഒന്നാം ദിവസം മുതൽ പൗലോസ് കർത്താവിൻ്റെ സന്നിധിയിൽ സൂക്ഷിതയായ അനുസരണത്തെ കർത്താവ് പിൽക്കാലത്ത് ഏറെ ആദരിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാം. അതുകൊണ്ട് ഞാനൊരു വലിയ പ്രമാണം ഇവിടെ പറയുകയാണ്. കർത്താവിനോട് ആരനുസരണം കാണിക്കുമോ അവർക്കാണ് കർത്താവ് അധികം സത്യങ്ങൾ പ്രകാശിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മഹാനിയോഗത്തോടുള്ള എന്നിൽ വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. കാരണം കർത്താവ് പറയുന്ന ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ അതുപോലെ അനുസരിക്കാൻ മനസ്സുള്ളവർക്ക് മഹാനിയോഗത്തിൻ്റെ അന്തസത്ത മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊക്കെ ഇത്രയും കൃത്യമായിട്ടൊക്കെ അങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ, സുവിശേഷം അറിയിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന എന്തോരം ആളുകൾ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തന്ന പ്രമാണത്തോടുള്ളതായ ആ കൃത്യമായ വിശ്വസ്തതയും അനുസരണവും സൂക്ഷിക്കാം. ഈ അനുസരണം ഉറപ്പാക്കിയാണ് ഈ ശിഷ്യന്മാരെ മഹാനിയോഗം ഏൽപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ മനസ്സിലായ വചനങ്ങൾ കൃത്യമായി അനുസരിക്കുന്നവരോടാണ് ദൈവം തുടർന്ന് സംസാരിക്കാൻ ഇടയായിട്ട് തീരുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ പിതാവിനെക്കുറിച്ചൊരു സാക്ഷ്യം ഇവിടെ ഈ ദിവസങ്ങളിൽ ഓർപ്പിക്കാറുണ്ട്. എൻ്റെ പിതാവ് വളരെ യാദൃച്ഛികമായി കുന്നക്കുണ്ടി സഭയിലെ ഒരു ആരാധനയോഗത്തിൽ പങ്കുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ
പള്ളിയിലെ സൺഡേ സ്കൂളിലെ അധ്യാപകനും ഒക്കെ ആയിരുന്നു. ഒത്തിരി ശുഷ്കാന്തിയോടുകൂടി ആ സമുദായത്തിൽ പോകുന്നതായ സമയമായിരുന്നു. പക്ഷേ യാദൃച്ഛികമായിട്ട് ഇവരൊരു കുറ്റം കണ്ടുപിടിക്കാമോ എന്ന് വിചാരിച്ച് യോഗത്തിൽ കയറി സംബന്ധിച്ചതാണ്. അന്ന് പകലത്തെ വചന ശുശ്രൂഷയിൽ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ ന്യായമായി ബാക്കി കാര്യവും പറഞ്ഞു. രക്ഷിക്കപ്പെട്ട ആളുകൾ സ്നാനപ്പെടണം. ആ ബുധനാഴ്ച സ്നാനപ്പെട്ടു. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. അപ്പോൾ ഒട്ടും താമസം കൂടാതെ ഇത് വിലയിരുത്തട്ടെ എന്ന് വിചാരിക്കാതെ, ബാക്കി ഉപദേശങ്ങളൊക്കെ പഠിക്കട്ടെ എന്ന് വിചാരിക്കാതെ, മനസ്സിലായ കാര്യം അനുസരിക്കാം എന്ന് തീരുമാനിച്ചു. ഒരുപക്ഷെ ആ അനുസരണമായിരിക്കാം പിൽക്കാലത്ത് ഒത്തിരി ഉപദേശ സത്യങ്ങൾ ദൈവം പ്രകാശിപ്പിച്ചു കൊടുക്കാനും അനേകരിൽ പറയാനും എൻ്റെ പിതാവിനെ ദൈവം ഉപയോഗിക്കാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഞാനൊരു വലിയ സന്ദേശം ഇന്ന് രാത്രിയിൽ ഇവിടെ കൈമാറുകയാണ്. ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ, ഒരു കാര്യം നമുക്ക് മനസ്സിലായാൽ അത് പിന്നെ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. അപ്പോൾ അങ്ങനെ അനുസരിക്കുന്നവർക്ക് ബാക്കി സത്യങ്ങളെ ദൈവം പ്രകാശിപ്പിച്ച് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യം ഉൾക്കൊള്ളുവാൻ, പ്രായോഗികമാക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ വചനത്തോട് അങ്ങനെ അനുസരണം സൂക്ഷിച്ച എത്രയോ ഭക്തന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ യോശുവയുടെ പുസ്തകമാണല്ലോ ഇപ്പോൾ സഭയിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം ഒരു മഹാനായ മനുഷ്യൻ്റെ അനുസരണത്തിൻ്റെ സാക്ഷ്യമാണ്. ആരെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാലേബിൻ്റെ അനുസരണം വളരെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തുന്നതായ അധ്യായമാണ് 14-ാം അധ്യായം. 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അധ്യായത്തിൽ മുഴുവൻ ഈ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് പോകാൻ പറ്റുകയില്ലല്ലോ. നിങ്ങൾ സാവകാശം അതൊന്ന് വായിച്ച് ധ്യാനിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം കൂടുതൽ പ്രകാശിച്ച് കിട്ടുവാൻ ഇടയായിട്ട് തീരുന്നു. അതിൻ്റെ 8-9 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശ അന്ന് സത്യം ചെയ്തു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, യോശുവയുടെ ആ കാലഘട്ടത്തിൽ അവിടെ കാലേബിൽ വെളിപ്പെട്ടതായ അനുസരണം ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ 12 പേരെയാണ് ഒറ്റുനോക്കാനായിട്ട് വിട്ടത്. അതിൽ 10 പേർക്ക് ഒരേ അഭിപ്രായമാണ്. അവർ ചെയ്ത ദോഷം നമ്മൾ വായിച്ച വാക്യത്തിൽ ഉണ്ട്. ജനത്തിൻ്റെ ഹൃദയം ഉരുകുമാറാക്കി. അപ്പോൾ ഈ 10 പേര് ഐകമത്യത്തോടെ നിന്ന് അവർ തെറ്റായൊരു തീരുമാനമെടുത്തത് ജനത്തിൻ്റെ ഹൃദയം ഉരുകുന്നതിന് കാരണമായി. ഇപ്പോൾ ഈ 10 പേർക്ക് ഏതായാലും ഒരഭിപ്രായമല്ല, എന്നാൽ പിന്നെ ഇവരോടങ്ങ് യോജിച്ചേക്കാം എന്ന് കാലേബും യോശുവയും വിചാരിച്ചില്ല. അവർ ദൈവം അവർക്ക് കൊടുത്ത ബോധ്യത്തെ മുറുകെ പിടിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഈ 10 പേരുടെ അഭിപ്രായത്തോടങ്ങ് യോജിച്ചാൽ പോരെ എന്നൊക്കെ സ്വാഭാവികമായിട്ട് ഈ 10 പേരിൽ പലർക്കും തോന്നിക്കാണും. ഇവരെന്തിനാ വേറൊരു നിലപാടെടുക്കുന്നത് എന്നൊക്കെ തോന്നിക്കാണും. പക്ഷേ ഇവരെ നോക്കി സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുകയാണ്. കാരണം ഇവർ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു വലിയ സത്യം ഓർപ്പിക്കാൻ ശ്രമിക്കുക. ദൈവത്തോട് പറ്റി നിൽക്കണം, ചേർന്നിരിക്കണം എന്ന് നമുക്ക് ആർക്കും ആഗ്രഹമില്ലാത്തത്? നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മളെന്ത് സന്തോഷത്തോടെയാണ് പാടുന്നത്, യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. യഹോവയോട് പൂർണ്ണമായി ചേർന്നിരിക്കണമെങ്കിൽ, പൂർണ്ണമായി പറ്റി നിൽക്കണമെങ്കിൽ യഹോവയെ പൂർണ്ണമായിട്ടും
അനുസരിക്കണം. ഞാനതൊന്ന് കണക്ട് ചെയ്യാം എന്ന് വിചാരിക്കുക. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഈ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിലാണ് ദൈവത്തോട് പറ്റിച്ചേർന്ന് കാലേബ് നിന്ന കാര്യം പറയുന്നത്. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ ഈ കാലേബിനെക്കുറിച്ച് തന്നെ വളരെ മനോഹരമായൊരു സാക്ഷ്യം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ദാസനായ കാലേബും അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി കൈവശമാണ്. അപ്പോൾ അവിടെ മറ്റേ വാക്യത്തിലുള്ളൊരു കാര്യത്തോട് ചേർത്ത് ഓർക്കാവുന്നൊരു കാര്യം പൂർണ്ണമായി അനുസരിച്ചു. ഞാനിതിനു മുമ്പ് ഈ വാക്യം ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്തല്ലേ ഏറ്റവും ധൈര്യപ്പെടുത്തിയൊരു വാക്യമാണ്. കാരണം ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയുന്ന ഉത്തരം അനുസരിക്കാമെന്നാണ്. അതിനൊരു തെളിവ് ദൈവം കാലേബിനെക്കുറിച്ച് ഈ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ഒരു സാക്ഷ്യം പറയുമ്പോൾ ആ കാര്യം നമുക്ക് അതുപോലെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനത്തോട് പൂർണ്ണമായ അനുസരണം സൂക്ഷിക്കാനായിട്ട് ഒരുക്കമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, എനിക്ക് ഈ വചനം പൂർണ്ണമായിട്ട് അനുസരിക്കാൻ ആഗ്രഹമുണ്ട്, അതിനുള്ള കൃപ തരണം. അപ്പോൾ വ്യക്തിപരമായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നാൽ നിശ്ചയമായിട്ട് കർത്താവ് അതിനുള്ള കൃപ നൽകും. പൂർണ്ണമായിട്ട് അനുസരിക്കുന്നു എന്നുള്ളത് ദൈവത്തോട് പൂർണ്ണമായും പറ്റി നിൽക്കുന്നതിനുള്ള വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേറെ കുറുക്ക് വഴികളില്ല. അതുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് ധാരാളം കൃപ നൽകട്ടെ. ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിച്ച് ഒരുങ്ങേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വെളിപ്പാട് 22:7 നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ടല്ലോ. ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടെ ഓർക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം അത് ഏറ്റവും കൃത്യമായി അനുസരിച്ച് ജീവിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ 14-ാം അധ്യായത്തിൽ ആ അനുസരണം ദൈവാത്മാവ് രേഖപ്പെടുത്തി കഴിയുമ്പോൾ ദൈവം കാലേബിനെക്കുറിച്ച് പറയുന്നതായ 1-2 വാക്കുകൾ ഉണ്ട്. അത് വിശദമായിട്ട് ഓർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ. അവന് വേറൊരു സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ, കാലേബ് ദൈവത്തെ അനുസരിക്കുമ്പോൾ, പൂർണ്ണമായിട്ടും അനുസരിക്കുമ്പോൾ അവൻ്റെ സ്വഭാവം നിശ്ചയമായിട്ടും മാറും. അപ്പോൾ വചനത്തോടുള്ള അനുസരണം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിലേക്ക് നയിക്കും. അപ്പോൾ വചനത്തോട് അനുസരണം ഉണ്ടോ എന്നുള്ളതിൻ്റെ പ്രായോഗികമായ സാക്ഷ്യം എന്താണ്? നമ്മുടെ സ്വഭാവത്തിൽ ആ അനുസരണം വെളിപ്പെടണം. അറിയാവുന്ന 2-3 വാക്യങ്ങൾ പറയാൻ റെഫറൻസ് എഴുതിയിട്ടാൽ മതി. എഫേസ്യർ 5-ലെ 1-ാമത്തെ വാക്യം, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. മറ്റൊരു റെഫറൻസ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനായിട്ട് ദൈവവചനത്തിന് സാധിക്കും. ആ വാക്യം നമുക്കൊന്നങ്ങ് വായിച്ചേക്കാം, അറിയാമായിരിക്കും, എങ്കിലും ഒന്ന് വായിച്ച് പോകാം.
കൊലോസ്യർ 1:28 വാക്യം. അങ്ങനെ അന്നേ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യും. അപ്പോൾ പൗലോസ് ഉപദേശിക്കുമ്പോൾ പിമ്പിലെ ലക്ഷ്യം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. ബാക്കി വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ വചനത്തോടുള്ള അനുസരണം നമ്മിലുള്ള എല്ലാ അപൂർണതകളെയും മാറ്റി തികവിലേക്ക് നമ്മെ കൊണ്ടുവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ സമർപ്പണത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ. മത്തായി 5:48 വാക്യം കൊണ്ട് എഴുതിയിട്ടുള്ളൂ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. കാലേബിന് വേറൊരു സ്വഭാവമാണ്. കാലേബിൽ ഒത്തിരി സൽഗുണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാലേബ് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ട് ഒരു വാഗ്ദത്തം ദൈവം അവിടെ കൊടുക്കുന്നുണ്ട്. അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. ഞാൻ ഈ വാക്കുകളിൽ വളരെ ധൈര്യപ്പെടാനിടയായി തീർന്നിട്ടുണ്ട്. ആരാ കാലേബിനെ കനാൻ നാട്ടിലെത്തിച്ചത്? ദൈവമാണ്. ദൈവം പറയുക, ഞാൻ അവനെ എത്തിക്കും. വചനത്തോടൊരാൾ അനുസരണം കാണിച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ ആര് നോക്കിക്കൊള്ളും? വചനം തന്നവൻ നോക്കിക്കൊള്ളും. കാലേബിൽ മാത്രം നിന്നില്ല, ഞാനവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ വായിക്കുന്ന പോർഷനിൽ ഇവർക്ക് അവകാശമൊക്കെ പങ്കിട്ട് കൊടുത്ത ചരിത്രഭാഗമാണ് ഇപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ വായിക്കുന്നത്. അപ്പോൾ ദൈവം എത്ര വിശ്വസ്തനാണ്! ദൈവിക വാഗ്ദത്തങ്ങൾ എത്രയോ മനോഹരമാണ്, എത്രയോ മനോഹരമാണ്. അപ്പോൾ അവനെ അവിടെ എത്തിച്ചപ്പോൾ അവൻ്റെ സന്തതിക്ക് വലിയ അവകാശം കൊടുക്കാനിടയായി തോന്നുന്നു. എത്ര ലക്ഷം ആളുകൾ പുറപ്പെട്ടു എന്നാണ് പൊതുവേ നമ്മൾ പറഞ്ഞു. 20 ലക്ഷം ആളുകളാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത്. അതിൽ നിന്ന് എത്ര പേരാണ് അവിടെ എത്തിയത്? 2 പേര്. 20 ലക്ഷത്തിൽ 2 പേര്. ഇത്രയും ചെറിയ ഒരു കൂട്ടത്തെ അങ്ങനെ, അതിന് കൂട്ടമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത് മനുഷ്യർ സാധാരണ അവഗണിക്കാനാണ് സാധ്യത. പക്ഷേ ദൈവത്തിനത് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതി അത് കൈവശമാകും. ഞാനിങ്ങനെ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തോട് ഇടം വലം നോക്കാതെ കൃത്യമായി അനുസരണം കാണിച്ചാൽ, കൂടെ ആളുണ്ടോ എന്ന് നോക്കാതെ, കൂടെ ഇതൊക്കെ അനുസരിക്കാൻ കൂടെ ആളുകളുണ്ടോ എന്ന് നോക്കാതെ അനുസരിച്ചാൽ, ഇടം വലം നോക്കുക എന്നുള്ള പ്രയോഗം യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ വചനത്തോട് അനുസരണം കാണിക്കാനായിട്ട് സാധിച്ചാൽ ദൈവം പേഴ്സണലായിട്ട് വ്യക്തിപരമായി നമ്മോട് കൂടെ ഇരുന്ന് ജയോത്സവമായി തൻ്റെ പദ്ധതികൾ നിവർത്തിക്കുവാൻ ഇടയായിട്ട് തീരും. നമ്മുടെ മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറകളോടും ദൈവം ആ വിശ്വസ്തത കാണിക്കും. സന്തതി അത് കൈവശമാക്കും. അതുകൊണ്ട് നമുക്കും നമ്മുടെ സന്തതികൾക്കും അനുഗ്രഹിക്കപ്പെടാനോ വേറൊരു വഴിയുമില്ല. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളതാണ്. മഹാനിയോഗം പരമേൽപ്പിക്കപ്പെട്ടത് അനുസരണം ഉറപ്പാക്കിയൊരു കൊച്ചു കൂട്ടത്തിനാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് അനുസരണം ഉറപ്പാക്കി ഈ വലിയ ദൗത്യത്തിൽ ഏർപ്പെടത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അപ്പോൾ അതുകൊണ്ട് മഹാനിയോഗത്തിൻ്റെ ഈ പ്രത്യേകത നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതായിരിക്കട്ടെ, നമ്മെ കൂടുതൽ ധൈര്യപ്പെടുത്തുന്നതായിരിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.